ഗായ്സ്, ഞങ്ങളപ്പോൾ ബ്രൈറ്റൺ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. എല്ലാവരും സെറ്റ് ആയിക്കുവാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹായ് ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോയിൽ കണ്ടതുപോലെ നമ്മൾ UK ബ്രൈറ്റൺ എന്ന് പറഞ്ഞൊരു ബീച്ചിലോട്ടാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ഇതിൽ മിസ്റ്റേക്സ് ഉണ്ടാകും. പ്ലീസ് അതൊന്ന് ക്ഷമിച്ചേക്കണേ. എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞും കൂടെ തരണേ കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2-2.25 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ ബ്രൈറ്റൺ ബീച്ചിലോട്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ 10 മണിക്ക് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് സാധിച്ചില്ല. ഇങ്ങനെ ഞങ്ങൾ 10 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോട്ടോർവേയിൽ കൂടാട്ടോ പോകുന്നത്. അപ്പോൾ ദേ റോഡിന് 2 സൈഡും നിറച്ച് മരങ്ങളും നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടാട്ടോ ഞങ്ങൾ ട്രാവൽ ചെയ്തത്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ല. സോ നമ്മളത് പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. 3 പേർക്ക് 3 റോൾ എടുത്തു കേട്ടോ. അത് നമ്മൾ ഓൺ ദ വേ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 2-2.5 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം സമയം 12:30 റോട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട്. ഇനി ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഒരു 48 മിനിറ്റ്സ് കൂടെ നമ്മുടെ പോയിന്റിലെത്താൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇറങ്ങിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ പിന്നെ പോകെ നല്ല തിരക്കായിട്ടോ. അങ്ങനെ 3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഫൈനലി ബ്രൈറ്റൺ സിറ്റിയിൽ എത്തി കേട്ടോ. സിറ്റിയിലോട്ട് കയറിയപ്പോൾ തന്നെ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബസ്സുകളും അതിലൊക്കെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വരച്ച് കുറേ ബസ്സുകളൊക്കെ. നമ്മുടെ ഏരിയയിലോട്ട് ഇങ്ങനത്തെ ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റോഡിന് 2 സൈഡിലും ഇങ്ങനെ നിരനിരയായിട്ട് വീടുകൾ നിൽക്കും കേട്ടോ. ആ വീടുകളെല്ലാം പല കളേഴ്സാണ്. അതായത് ഒന്ന് പച്ചയാണെങ്കിൽ അടുത്ത നീല, ഭയങ്കര വെറൈറ്റി കളേഴ്സ്. അപ്പം നമുക്കത് മനസ്സിലായി, ഒരു വൈബ്രന്റ് സിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതായിരുന്നു എക്സാക്റ്റ് ബ്രൈറ്റൺ സിറ്റി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് പബ്ബ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ഇഷ്ടം പോലെ ഇങ്ങനെ മുക്കിന് ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ടൈം നോക്കുക കേട്ടോ, ഇപ്പോൾ എത്തും. അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ച്, കടൽ കണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് കയറിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്രൗഡഡ് ആയിരുന്നു. അടുത്ത നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നോക്കി, അധികം കഷ്ടപ്പെടാതെ തന്നെ നമുക്കൊരു പാർക്കിങ്ങും കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നൈസിന് അവിടെ പോയി പാർക്കും ചെയ്തു. അപ്പോൾ അവിടെ അറിയാലോ, UK എല്ലായിടത്തും പാർക്കിംഗ് ഫീസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5 അവേഴ്സിലെങ്ങാണ്ട് അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളത് വണ്ടി അവിടെ പാർക്ക് ചെയ്തപ്പോഴത്തേക്കും അതേ കുറേ ചേട്ടന്മാർ ഇങ്ങനെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൽ ഇങ്ങനെ സൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു പരേഡ് പോലെ പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭയങ്കര വെറൈറ്റീസ് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴുള്ള നമ്മുടെ ഫസ്റ്റ് വ്യൂ. ഇതാണ് കേട്ടോ. കടലിന് നടുക്കൂടെ എന്തോ ഒരു സാധനമൊക്കെ പണിത് വെച്ചിരിപ്പുണ്ട്. അതൊക്കെ എന്താ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഈ സമയത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സ് നമുക്ക് വെള്ളത്തിലിടാൻ പറ്റില്ല. സോ ഞങ്ങൾ സ്പെയർ ഒരു ഡ്രസ്സ് 3 പേരും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീ ഒക്കെ അടച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ബീച്ചിലോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതേണ്ട ഇവിടെ സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരാൾക്ക് 35 പൗണ്ട് ആട്ടോ. പിന്നെ പിള്ളേർക്കാണെങ്കിൽ 1.5 മീറ്ററിന് കൂടുതൽ ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ, ഇത് നമുക്ക് കാല് വയ്യാത്തവർക്കും എല്ലാവർക്കും കാണാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വിശാലമായിട്ടൊരു ബീച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി നമുക്ക് ട്രെയിൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ പതുക്കെ ഞങ്ങളത് ബീച്ചിലോട്ട് ഇറങ്ങുക കേട്ടോ. അവിടുന്ന് കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്നാക്സോ വെള്ളമോ ഐസ്ക്രീം അതൊക്കെ മേടിക്കാൻ ഇഷ്ടം പോലെ കടകളുണ്ട്. അങ്ങനെ ഞങ്ങളത് അവിടുന്ന് 2 ഐസ്ക്രീം ഒക്കെ മേടിച്ച് പതുക്കെ ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോൾ ബീച്ചിൽ ഫുള്ള് നമ്മുടെ കല്ലാണ് കേട്ടോ, മണ്ണല്ല കല്ലാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോയിൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ. പക്ഷേ ഈ തിരക്കുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അതായത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു തിരക്കായിരുന്നു കേട്ടോ. അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേ കടലിന് നടക്കുക, അത് ബ്രൈറ്റൺ പയർ എന്നും പറഞ്ഞ എന്തോ ഒരു സംഭവം കേട്ടോ. അവിടെ നമുക്ക് പിന്നീട് പോവാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പതുക്കെ കടലിലോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ കുഞ്ഞിന് പറഞ്ഞു കേട്ടോ, കാരണം വെള്ളത്തിന് തണുപ്പുണ്ടോ എന്താ നോക്കിയിട്ട് വരാം. അപ്പം മോൻ പറഞ്ഞു തണുപ്പുണ്ട്, പക്ഷെ ഓക്കെയാണ്. അങ്ങനെയാണ് UK ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. അങ്ങനെ നമ്മൾ ഈ കല്ലിൻ്റെ ഭംഗി കണ്ടപ്പോൾ നമ്മൾ ചെറിയൊരു ഷോട്ട് എടുത്തേ കേട്ടോ.
ഫസ്റ്റ് ഡേ ഹസ്ബൻഡും കൊച്ചുമാണ് വെള്ളത്തിലോട്ട് ഇറങ്ങിയത്. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ബാഗുണ്ട്, നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ബാഗിലായിരിക്കുന്നത്. സോ നമുക്കത് സേഫായിട്ട് വെക്കണമല്ലോ. അങ്ങനെ ഫസ്റ്റ് അവർ വെള്ളത്തിലിറങ്ങി, അതിനുശേഷം ഞാൻ ഇറങ്ങാം, അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ അവർ കുറേ നേരം അതിനകത്ത് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയത്തേക്ക് ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, വെയിലും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നമുക്ക് ആ വെള്ളത്തിൽ കളിക്കാൻ. കാരണം നമുക്ക് സൺലൈറ്റിൻ്റെ ഒരു ചൂടുണ്ട്, പിന്നെ അത്യാവശ്യം ഒരു തണുത്ത വെള്ളം, നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ വിറയ്ക്കുന്ന ടൈപ്പിലുള്ള വെള്ളം, അത്ര തണുപ്പൊന്നും വെള്ളത്തിനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അമ്മച്ചിയുടെ കയ്യിൽ നമ്മുടെ ബാഗ് ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ ഒരുപാട് പേര് ഇതുപോലെ അവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ബാഗ് ഒന്ന് നോക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളും ഇതുപോലെ അവരുടെ അടുത്ത് ബാഗ് കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് നേരം നമ്മൾ അങ്ങനെ നിന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ നിർത്തി കുറച്ച് വീഡിയോസ് എടുത്തേട്ടോ. അന്നേരം എൻജോയ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വീഡിയോസ് എടുത്തേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒന്നും അങ്ങനെ മാക്സിമം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടോ റാൻഡംലി നമ്മൾ വീഡിയോ എടുത്തേ. സത്യം പറയല്ലോ, ഞങ്ങൾ മാക്സിമം നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. കുറേ ആൾക്കാരും പിന്നെ അവിടെ മ്യൂസിക്കൊക്കെ ലൗഡായിട്ട് മ്യൂസിക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഡാൻസും പാട്ടും നല്ലതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ മോനാണെങ്കിൽ കുറേ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. പിന്നെ അവനും അവിടെ പിള്ളേർ കമ്പനി കിട്ടി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളിതേ ആ കല്ലിലോട്ട് കയറി ഇരുന്നിട്ട്, കാരണം തിര വളരെ ചെറുതാണ്. പിന്നെ നമുക്ക് കടലിൽ കുറച്ച് സമയം നിൽക്കുമ്പോഴേക്കും കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ കുറച്ച് ഭാഗത്ത് കല്ലാണ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ മണ്ണാട്ടോ. അപ്പം നമുക്ക് അവിടെ സുഖമായിട്ട് നിൽക്കാം. 3-4 മണിക്കൂർ കടലിന് കളിച്ചതിന് ശേഷം ഞങ്ങളിത് ആ ബ്രൈറ്റൺ പയറിലോട്ട് പോയിട്ടോ. അപ്പം നമ്മൾ കളിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യൂ ആണ് ഇതാ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ അതിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ കുറേ സുവനീർ ഷോപ്പ്, ഐസ്ക്രീം ഷോപ്പ്, സ്നാക്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ 2 സുവനീർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റൺ പാലസ് പയർ എന്നാട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അത് കൂടുതലും നമ്മുടെ കൂടെ റൈഡും കാര്യങ്ങളും, അതായത് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ, പിള്ളേർക്ക് നമുക്കുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ വലിയൊരു ഡോമാട്ടോ. ആ ഡോമിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഗെയിമാണ്, പല ഡിഫറെൻറ്റ് ടൈപ്സുള്ള ഗെയിമൊക്കെ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ഈ UK ആൾക്കാരൊക്കെ കൂടുതലും ഈ ഗെയിമിന് അഡിക്റ്റായ കുറേ ആൾക്കാർ, അതായത് കുറേ പൈസ ഇട്ട് ചുമ്മാ പൈസ കളയുക, ദാറ്റ്സ് ഇറ്റ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ കുറേ പേര് അങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ലുലു മാളിലൊക്കെ കാണത്തില്ലേ, അതായത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു സെക്ഷൻ, ആ ഒരു സെക്ഷൻ അതിൻ്റെ ഒരു വലിയൊരു വേർഷനാട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മളും കുറച്ച് പേയ്മെൻറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി കയറി. കാരണം കുഞ്ഞുള്ളതല്ലേ, അപ്പം പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ റാൻഡംലി ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കേട്ടോ, എന്തൊക്കെ ഗെയിംസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയൊക്കെ ജസ്റ്റ് കണ്ടതിന് ശേഷമാണ് നമ്മൾ എന്തൊക്കെ ഗെയിം കളിക്കാം അങ്ങനെയൊക്കെ നോക്കി. അങ്ങനെ ഫസ്റ്റ് മോനൊരു ബൈക്ക് റൈഡിലോട്ട് കയറി കേട്ടോ. അങ്ങനെ കൊച്ചിൻ്റെതായ രീതിയിൽ എന്തൊക്കെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഗെയിംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളൊരു 30 പൗണ്ട്സ് എങ്ങാണ്ട് ചേഞ്ച് ചെയ്തിട്ട് അതിന് ഓരോ ഗെയിംസിന് പോകുമ്പോഴേ ഇങ്ങനെ 2 പൗണ്ട് 1 പൗണ്ട് ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ ഈ ബാസ്കറ്റ് ബോൾ പോലെ അതിൻ്റെ അകത്ത് ബോൾ ത്രോ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കുറച്ച് ഗെയിംസ് അങ്ങനെ പുള്ളി അത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗെയിംസിലെന്ന് പറഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ എത്ര കൗണ്ടാണ് നമ്മൾ ബോൾ അതിൻ്റെ അകത്ത് ഇടുന്നത് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വേറെ ആൾക്കാർ കളിച്ച് ഹൈയസ്റ്റ് മാർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ പുള്ളി പാസ്സായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ഒരു രസം. പിന്നെ ഞാനെന്താ ഇങ്ങനെ ഈ താറാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ അടിച്ച് താഴും. പിന്നീട് മോൻ ഇത് ഒരു മീനിൻ്റെ ഒരു ഗെയിമാണ്. അതായത് സ്ക്രീനിൽ മീൻ ഇങ്ങനെ പോകും, മീനിൻ്റെ കൂടെ കുറേ ബബിൾസ് പോകും. അപ്പോൾ ബബിൾസൊക്കെ നമ്മൾ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഗെയിമൊക്കെ കുറച്ച് നേരം കളിച്ച്, അതായത് മോന് ഒരു റിലാക്സ് ആവുന്ന രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റൈഡിൻ്റെ ഏരിയയിലോട്ട് പോയത്. അപ്പോൾ UK മിക്കയിടത്തും ഇങ്ങനെയാണ് കേട്ടോ. കാരണം ഒരു ബീച്ചിലോട്ട് പോയാൽ ഈ ഗെയിമിങ് സെക്ഷനും കാണും, പ്ലസ് അവിടെ കുറേ ഇതുപോലെ റൈഡ്സും കാണും. അപ്പോൾ അതായത് കടലിൽ കുളിക്കുന്നത് കൂടാതെ നമുക്കിത് ഇതിലൊക്കെ ഒന്ന് കയറി ഒന്ന് എൻജോയ് ചെയ്യാം. അങ്ങനത്തെ ഇതൊരു ഹൊറർ പാലസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ട്രെയിൻ പോലെ, അതിൻ്റെ അകത്ത് കുറേ സ്കെൽട്ടൺ ബോഡി അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും മോനും ഈ റൈഡിൽ കയറി കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഈ റൈഡ് പൊളിയായിരുന്നു. കാരണം ഈ റൈഡ് നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ റൈഡ്സിലും നമുക്ക് പിള്ളേർ അലൗഡാണ്, പക്ഷേ പിള്ളേർക്ക് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 1.2 മീറ്ററാണ് അതിന്
കൂടുതൽ ഹൈറ്റുള്ള പിള്ളേർക്ക് മാത്രമേ ഈ റൈഡിലൊക്കെ ഈ വലിയ റൈഡിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പിള്ളേർക്ക് കയറാൻ പറ്റുന്ന ടൈപ്പിലുള്ള വേറെ റൈഡ്സ് അതും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ അവസാനം ഇവർ മേളിൽ കൊണ്ടൊരു ഒറ്റ ഇടലുണ്ടായിരുന്നു. അയ്യോ, കിളി പാറിപ്പോയി. ഈ ഹൊറർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തൂടെ ഒരു ട്രെയിൻ പോകും. ഈ ഹോട്ടലിനകത്തൂടെ ഇതിന്റെ അകത്ത് കുറെ സ്കെൽട്ടൻ ബോഡീസ് നമ്മുടെ പേടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അത് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്ന ഒരു ലൈറ്റ് ഹൗസ് ആട്ടോ. അപ്പം കുഞ്ഞിനെ മാത്രം തന്നെ കയറാൻ പറ്റില്ല. സോ ഹസ്ബൻഡും കുഞ്ഞും കൂടെ അതിൽ കയറി. അപ്പം നമുക്ക് ആ മേളിൽ നിന്നുള്ള ഒരു ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ആ ജസ്റ്റ് വ്യൂ ഒക്കെ കണ്ട് അത്യാവശ്യം റൈഡിലൊക്കെ കയറി. എല്ലാത്തിനും ഒന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ നേരെ അവിടെ നിന്ന് വണ്ടി തിരിച്ചു കേട്ടോ. കാരണം ഓൾമോസ്റ്റ് റൈഡിലൊക്കെ കയറി സൺസെറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 8-8:30 മണിക്കെങ്ങാണ്ടായിരുന്നു അവിടെ സൺസെറ്റ്. അങ്ങനെ സൺസെറ്റും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നമ്മളിതേ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ആ സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം ആ സ്കൈയിൽ നമ്മുടെ ഓറഞ്ച് ഗോൾഡൻ ഒരു പ്രത്യേക ഒരു കളറായിരുന്നു കേട്ടോ. ആ കളറ് ആ ഒരു പ്രദേശം ഫുള്ളായിട്ട് ആ ഒരു കളർ ഉണ്ടായിരുന്നു. അത് നമുക്ക് കണിഞ്ഞ് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഈ സമയവും ബീച്ചിൽ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ വാട്ടർ ഫൗണ്ടൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബീച്ചിൽ നിന്ന് പോകുന്ന എല്ലാവരും നേരെ ആ ഓപ്പോസിറ്റ് കാണുന്ന പബ്ബിലോട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാരണം ഫുള്ള് വൈബായിട്ടുള്ള ഒരു ഏരിയയും അങ്ങനെ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു 2 ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത് ബ്രൈറ്റൺ ബീച്ചിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചില്ല കേട്ടോ വീട്ടിലെത്തിയത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ ബൈ.